നിങ്ങൾ ആരെയാണോ റബ്ബിന് പുറമെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് അവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോ അവർ മനുഷ്യരാണ്, അവർക്ക് മുമ്പ് മനുഷ്യരുണ്ട്, എന്നാൽ അവർ സാധാരണ മനുഷ്യരല്ല. അതിൽ മുത്തി നബി അടക്കമുള്ള പ്രവാചകനുണ്ട്. സഹാബത്ത് എന്ന് പറയുന്ന ഔലിയാക്കന്മാരാണ്. അവരെ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായി എണ്ണുകയല്ല, പക്ഷെ അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. മുഹ്ദി ശൈഖ് എന്ന് വിളിക്കുമ്പോ മുഹ്ദി ശൈഖ് അള്ളാഹുവിന്റെ അടിമയാണ്. മമ്പറന്തങ്ങളെ എന്ന് വിളിക്കുമ്പോ അള്ളാഹുവിന്റെ അടിമയാണ്. അങ്ങ് തിരുവനന്തപുരത്തെ ഭീമാ ഉമ്മാച്ച എന്ന് വിളിക്കുമ്പോ, തൊട്ടുപ്പുറത്തെ കടുവാപ്പള്ളിയിലെ ശൈഖിനെ വിളിക്കുമ്പോ, ഇങ്ങ് കാസർഗോഡിലെ തോട്ടക്കണക്കിനുള്ള കബറുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഈ കേരളത്തിന്റെ ഒരതിർത്തിയിൽ നിന്ന് മറു അതിർത്തിയിലേക്ക് പോകുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ കെട്ടിപ്പൊക്കിയ മക്ബറകൾ ഉണ്ടോ അവിടെയൊക്കെയുള്ള ശൈഖുമാരെ ബീവിമാരെ വിളിക്കുമ്പോ ഒരു കാര്യം ഖുർആൻ പറയുകയാണ്, ഇബാദുൻ അംസാലുക്കും, അവരൊക്കെ നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ മരണമുള്ള, ക്ഷീണമുള്ള, ഉറക്കമുള്ള, തളർച്ചയുള്ള, അസുഖം വരുന്ന, രോഗം ബാധിക്കുന്ന, എഴുന്നേൽക്കാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ.